SIR-മായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ചകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നതിലേക്ക് ഇനി വരുന്നത്? കേരളത്തിലെ SIR-നെതിരെ CPM സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് CPM-ഉം ഹർജി നൽകിയിരിക്കുന്നത്. SIR ഭരണഘടനാ വിരുദ്ധമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ധനസുമോദ് വിശദാംശങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന്. സുമോദ്, ഗുഡ് മോർണിംഗ്. മുസ്ലിം ലീഗ് ആദ്യം ഹർജി നൽകുന്നു, കോൺഗ്രസ് ഹർജി നൽകുന്നു, ഇപ്പോൾ CPM-ഉം ഹർജി നൽകിയിരിക്കുന്നു സുപ്രീം കോടതിയിൽ. അപ്പോൾ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? ഇതെല്ലാ ഹർജികളും കൂടി ഒരുമിച്ചെടുക്കാൻ തന്നെയാണ് സാധ്യത. ഇന്ന് അതിലൊരു മെൻഷനിങ്ങോ ഹർജി പരിഗണിക്കാനോ സാധ്യതയുണ്ടോ സുമോദ്? സൈഫ് അമൃത, ഈ സുപ്രധാനപ്പെട്ട ഹർജികളെല്ലാം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ കോൺഗ്രസിൻ്റെ ഹർജി സമർപ്പിച്ചിരുന്നു. അഭിഷേക് മനു സിംഗ്വിയുടെ ഓഫീസ് മുഖേനയാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഹാരിസ് ബീരാൻ്റെ ഓഫീസ് മുഖേന സമർപ്പിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഹർജിയാണ്. ഇതോടൊപ്പം ഇന്നലെ മെൻഷൻ ചെയ്യാനിരുന്നതാണ്. പക്ഷേ സർക്കാർ കൂടി ഇതിനകത്ത് കക്ഷിയാകുകയും സർക്കാർ ഒരു ഹർജി സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ആ കാലത്തേക്ക് ഒന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ്. അതേസമയം ഇപ്പോൾ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിലെ ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കം ഒരു കാരണവശാലും SIR നടപടികളുമായി കേരളത്തിൽ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് തന്നെയാണ്. കാര്യം പ്രവാസികളടക്കമുള്ളവർ ഇവിടെ നിന്ന് ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു രീതിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് പ്രധാനമായും CPM പറയുന്നത്. മാത്രമല്ല, ഈ ഭരണഘടനയിൽ ഒരിടത്തും ഈ തരത്തിലുള്ള SIR നടപടി ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം സൂചിപ്പിച്ചിട്ടില്ല. ഇത് നിയമവിരുദ്ധമായ നടപടികളാണ്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കൂടുതൽ അമിതഭാരം അടിച്ചേൽപ്പിച്ച് BLO-മാരുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇത് അവർക്ക് വർക്ക് പ്രഷർ വല്ലാത്ത തരത്തിൽ കൂടുകയാണ്. മാത്രമല്ല, ഇത് എന്തിനു വേണ്ടിയാണ് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് പൂർത്തിയാക്കുന്നത്? കാര്യം നേരത്തെ SSR കേരളത്തിൽ നടപ്പാക്കിയതാണ്. ആ സ്പെഷ്യൽ റിവിഷൻ വഴി വോട്ടർ പട്ടിക കേരളത്തിൽ പുനഃക്രമീകരിക്കപ്പെട്ടതാണ്. അതിനുശേഷവും ഇത്തരത്തിലുള്ള നടപടികളായി മുന്നോട്ട് പോകുന്നതിലെ ഒരു സാങ്കത്യം തന്നെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ ഹർജികളും സംസ്ഥാന സർക്കാരിൻ്റെ ഹർജിയും ഇന്ന് സുപ്രീം കോടതിയിൽ 10 മെൻഷൻ ചെയ്യും. അതിനുശേഷം SIR-മായി ബന്ധപ്പെട്ട ഹർജികൾ ഇപ്പോൾ നിലവിൽ സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹർജികളൊപ്പം തന്നെ ഇത് ടാഗ് ചെയ്ത് കോടതി കേൾക്കുമോ എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് കണ്ടറിയേണ്ടത്. എന്തായാലും SIR-മായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിന് നിർണായക ദിവസമാണ്. ഇന്നിപ്പോൾ കേരളത്തിന്റെ ഹർജികൾ പരാമർശിക്കാൻ സാധ്യതയുണ്ട്. എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.